ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിന്ന് വന്നേക്കുന്നത് BMW ഷോറൂമിലാണ്. നമ്മുടെ പുതിയ S1000RR അതേ ഇരിക്കുന്ന സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് എടുക്കാനായിട്ടാണ്. കുറച്ച് ക്രൗഡ് ഉണ്ടെന്ന് തോന്നുന്നു. ആക്ച്വലി എന്തോ ഡെലിവറി ഉണ്ടോ അകത്ത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറി വണ്ടി നോക്കാം. ഓക്കെ, പിന്നെ പുറത്ത് നമ്മുടെ BMW ഒരു സ്കൂട്ടർ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു C400 GT എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്ന് മാരക ഐറ്റം. പിന്നെ ഇവിടെ ഒരു 310 G310 ഇരിപ്പുണ്ട്. നമ്മുടെ നേക്കഡ് വേർഷൻ G310, നമ്മുടെ അപ്പാച്ചി RR310 എല്ലാം ഒരേ എഞ്ചിനാണ് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ ഇത് നമ്മൾ അടിപൊളിയായിട്ടിരിക്കാൻ ഒരു റിവേഴ്സ് സിംഗിളായിട്ട് കാണാൻ പറ്റും. നമ്മുടെ എക്സോസ്റ്റ് ഇരിക്കും ബാക്കിൽ കൂടെ പോയാൽ കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ സാധനം. വല്ലാത്തൊരു മുതലാണ് കേട്ടോ. ടൈലൈറ്റൊക്കെ നോക്കി, എൻ്റെ പൊന്ന്. ഈ വണ്ടി ഇമാതിരി സൈസുള്ള വണ്ടി എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ എയറോക്സൊക്കെ പോലെ. എയറോക്സിൻ്റെയൊക്കെ ഒരു ഇരട്ടിയുണ്ട് ഈ സാധനം. നാട്ടിൽ വിറ്റ് പോകാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് തന്നെയാണ്. ആക്ച്വലി കാണാനൊക്കെ രസമാണ്, കംഫർട്ടായിരിക്കും, സ്റ്റെബിലിറ്റിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇടവഴി കൂടെയൊക്കെ ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാഫിക് കൂടെയൊക്കെ ഫിൽറ്റർ ചെയ്യുമ്പോഴാണ് ശരിക്കും ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. ഇത് വീൽ ബേസ് ആക്ച്വലി ഇത് ഒരു കമ്പാരിസൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇഷ്ടനേലും വലുതാണ് ഇതിൻ്റെ വീൽ ബേസ്. ഇപ്പോൾ ഫ്ലിക്ക് ചെയ്യാനൊക്കെ മറന്നേക്ക്. പക്ഷേ ഹൈവേയിൽ ക്രൂസ് ചെയ്യാനുണ്ടല്ലോ, പരിധി വരെ രസമാണ്. പക്ഷേ ഈ ഒരു ആബ്സെൻസ് ഓഫ് ഗിയർ നമുക്ക് ഒരു കുറച്ച് ഓടിച്ച് ചെയ്യുമ്പോൾ ഒരു മനസ്സിലാവും, ബോറടിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ അടിപൊളിയാണ്. വണ്ടി കീ ഒന്നും നമ്മുടെ കയ്യിലില്ല. TFT സ്ക്രീനൊക്കെ വരുന്നുണ്ട്. നമ്മുടെ S1000RR വരുന്ന പോലെ തന്നെ ഇവിടെയാണ് നോബും കാര്യങ്ങളൊക്കെ വരുന്നത്, കൺട്രോളിംഗ് ഒക്കെ. ഏറെക്കുറെ S1000RR ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ എൻ്റെ ഫോട്ടോ വിടാം കേട്ടോ. കൊള്ളാം. ഇവിടെ നമ്മുടെ BMW ഏറ്റവും പുതിയ പേര് നോക്കട്ടെ, വായിലുണ്ട്, നാവിൻ്റെ തുമ്പത്തുണ്ടായിരുന്നു, മറന്നുപോയി. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഭയങ്കര പോപ്പുലറാണ് ഇപ്പോൾ. ഓക്കെ, 340i. BMW 340 ഇവിടെ കിടക്കേണ്ടത്. M340i ആണ് ഏറ്റവും നല്ല ആക്ച്വലി വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു സ്പോർട്സ് കാറല്ല, സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം. നോക്കി, ഡ്യുവൽ എക്സോസ്റ്റ്, വെറുതെ മാരകം പൊളി സാധനം. എമ്മിൻ്റെ കാലിപ്പേഴ്സൊക്കെയാണ് വരുന്നത്. പിർലി ടയേഴ്സ്, ഫ്രണ്ടും ബാക്കും M കാലിപ്പേഴ്സ്, സൈഡിലൊരു M ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വെറുതെ ഒരു രക്ഷയില്ല കേട്ടോ. പുതിയ നമ്മുടെ M3 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പന്നിയുടെ പോലത്തെ ഫ്രണ്ട് ഗ്രില്ലൊന്നുമില്ല. ഇറ്റ്സ് ആക്ച്വലി പ്രറ്റി ഗുഡ് ലുക്കിംഗ്, പറയാതിരിക്കാൻ വയ്യ. നൈസ് ലുക്കിംഗ് വണ്ടിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ S1000RR 2023 എഡിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് M സ്പോർട്സ് എന്ന് പറഞ്ഞൊരു പാക്കേജിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് റെഡ് ഒരു ടിപ്പിക്കൽ M കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ പുതിയ ചേഞ്ച് എന്ന് പറയാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ 2 വിംഗ്ലെറ്റ്സ് ആണ്. ആക്ച്വലി ഇത് പുതിയതാണ്. അത് കൂടാണ്ട് നമ്മുടെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ പുതിയ റിയർ സെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പുതിയ M ആയതുകൊണ്ട് എമ്മിൻ്റെ കാലിപ്പേഴ്സും റിയർ സെറ്റും വരുന്നുണ്ട്. ഇത് ആക്ച്വലി ബോറോഡ് ഫ്രം M1000RR ആണ്. ആൻഡ് ദെയർ ഇസ് ഓൾസോ നമ്മുടെ നോർമലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ S1000RR 2023 എഡിഷൻ. ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഫ്രണ്ടൊക്കെ എന്തോ കാണിച്ചു വെച്ചേക്കുന്നു, ഭയങ്കര വിംഗ്ലെറ്റാക്കി കബൂറാക്കി വെച്ചേക്കണമെന്ന് വിചാരിക്കുള്ളൂ. ബട്ട് ആക്ച്വലി ഇൻ പേഴ്സൺ ഫ്രണ്ട് കാണാൻ നല്ല രസമാണ്. ആക്ച്വലി ഇറ്റ് ലുക്ക് വെരി ഗുഡ്. നല്ല ആയിട്ട് ആ ഡിസൈനായിട്ട് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. ആക്ച്വലി 10 kgs ആണ് ഇതിൻ്റെ ഡൗൺ ഫോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ നോർമൽ S1000RR വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറേ പാർട്സ് നമ്മുടെ M1000RR, അതായത് ഇതിൻ്റെ ഒരു കൂടിയ വെർഷൻ ഇന്ന് ബോറോ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോർമലും കാണിച്ചു തരാം. നമ്മുടെ ഒരു റെഡ് കളർ സ്റ്റാൻഡേർഡും വരുന്നുണ്ട്. പിന്നെ ആക്ച്വലി ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം, ഇതിന് കുറച്ച് കാർബൺ ബിറ്റ്സ് കൂടുതലായിരിക്കും. മറ്റേ വരുമ്പോഴത്തേക്കും കാർബണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി ഒരു നോർമൽ സ്റ്റാൻഡേർഡ് ഇതായിരിക്കും. കണ്ടോ, ഒരുപാട് ആൾക്കാർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നുണ്ട്. ഈ കളർ റെഡ് അവിടെ ആർക്കും വേണ്ടാണ്ടിരിക്കുകയാണ്. നമുക്ക് റെഡിൻ്റെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഉപയോഗം. ദിസ് ദ റെഡ് വൺ. ഇത് ആക്ച്വലി സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ കണ്ടോ നമ്മുടെ റിയർ സെറ്റൊക്കെ കുറച്ചും കൂടി നോർമൽ ടൈപ്പാണ് വരുന്നത്. പിന്നെ കാർബൺ വീൽസ് വരുന്നില്ല.
പിന്നെ പെയിൻറ്റ് സ്കീം റെഡ് കളർ സ്റ്റാൻഡേർഡായിട്ട് വരുന്നതാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ബാക്കി എൻജിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി സെയിം. പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കും ആക്ച്വലി റെഡ് പെയിൻറ്റഡ് വിംഗ്ലെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി ഇൻ പേഴ്സൺ കാണുമ്പോൾ വല്ലാത്ത ലുക്കാണ് കേട്ടോ, ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര ലുക്കാണ്. പിന്നെ ഇവിടെ നമ്മുടെ സ്റ്റാൻഡേർഡും പ്രോയും തമ്മിൽ വേറെ വ്യത്യാസം എന്ന് പറഞ്ഞത് സ്റ്റാൻഡേർഡിന് ക്രൂസ് കൺട്രോൾ ഉണ്ടാവില്ല, നമ്മുടെ പ്രോയ്ക്ക് ആകുമ്പോഴത്തേക്കും ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരും. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. പിന്നെ 2023 മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഇത്രയും തള്ളി പുറത്തേക്ക് കയറുന്നു, ഇപ്പോൾ ആക്ച്വലി ഒരുപാട് അകത്തേക്ക് കയറിപ്പോയി. പിന്നത്തെ ഒരു വ്യത്യാസം നമ്മുടെ ഈ ഒരു റിയർ സെക്ഷനാണ്. ഇത് ആക്ച്വലി ഇത്രയും ബൾക്കിയായിരുന്നു, ഒരു ഷോർട്ടാക്കി ചെറുതാക്കി വെച്ചു. പിന്നെ ഇത് ആക്ച്വലി ബ്രോൺസ് ഫിനിഷായിരുന്നു, ഇപ്പോൾ അത് ബ്ലാക്ക് ഔട്ട് ചെയ്തു. ഐ തിങ്ക് ബ്ലാക്കാണ് കുറച്ചുകൂടി കാണാൻ മേല. പിന്നത്തെ മേജർ ഡിഫറൻസ് ഈ ഒരു ഫ്രണ്ടാണ്. ഈ ഒരു ഫ്രണ്ട് പൊന്നു എത്ര പറഞ്ഞാലും രക്ഷയില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് പറയുന്നുണ്ട്, കാരണം അത്രയ്ക്ക് ലുക്കാണ് കാണാനായിട്ട്, നല്ല രസമാണ് ഇൻ പേഴ്സൺ വണ്ടി കാണാൻ. പിന്നത്തെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആണ്. ഇതിന് ആക്ച്വലി സീറ്റൊക്കെ നോർമൽ ടൈപ്പായിരിക്കും വരുന്നത് കണ്ടോ, മറ്റേ സ്റ്റിച്ചിങ് ഒന്നും ഉണ്ടാവില്ല. പിന്നത്തെ ഒരു ഡിഫറൻസ് നമ്മുടെ കാലിപ്പറാണ്. ഇത് ആക്ച്വലി നോർമൽ കാലിപ്പറാണ് വരുന്നത്, മറ്റേ ഒരു അനഡൈസ്ഡ് കാലിപ്പറാണ് വരുന്നത്, ഒരു ബ്ലൂ കളർ നമ്മുടെ M1000RR അടുത്താണ്. പിന്നെ ടയേഴ്സ് വ്യത്യാസമാണ്, ടയർ പ്രൊഫൈൽ സെയിം ആണ്, ഫ്രണ്ട് 120 ബാക്ക് 200 ആണെങ്കിൽ കൂടെ ഇതിന് വരുന്നത് ബ്രിക്സ്റ്റോണിൻ്റെ ടയേഴ്സാണ്, ഫ്രണ്ടും ബാക്കും ബ്രിക്സ്റ്റോണിൻ്റെയാണ്. നമ്മുടെ പാക്കേജിൻ്റെ വരുന്നത് ഡൺലോപ്പിൻ്റെ ടയേഴ്സാണ്. ഡൺലോപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡൺലോപ്പിൻ്റെ ടയേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിന് ക്രൂസ് കൺട്രോൾ ഇല്ല, മറ്റേ ക്രൂസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ സ്ലൈഡ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിലാണ് ഇത് ആക്ച്വലി ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഹൈ സൈഡ് ആവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വണ്ടിയുടെ കമ്പ്യൂട്ടർ ECU പവർ ബാക്കിയിട്ടുള്ള പവർ കട്ട് ചെയ്യും. അങ്ങനെ ഹൈ സൈഡ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡ് കൺട്രോൾ വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് നമ്മുടെ ടിപ്പിക്കൽ ഡാമ്പിങ്ങും, അതായത് ടാങ്ക് സ്ലാപ്പർ കിട്ടാതിരിക്കാനായിട്ട് ഉള്ള കാര്യങ്ങളും ആ ഒരു ചെയ്യുന്നുണ്ട്. ഇതാണ് മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ജെൻ S1000RR വെച്ച് നോക്കുമ്പോഴത്തേക്കും. വേറെ മേജർ ഡിഫറൻസ് ഒരു റിയർ സെക്ഷൻ തന്നെയാണ്, വേറെ അങ്ങനെ ഒരു ഡിഫറൻസ് കാര്യങ്ങളൊന്നും ഇല്ല. പവർ ഫിഗേഴ്സ് ഏകദേശം 207 bhp ആണ്, ഏകദേശം പഴയത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 PS പവർ കൂടിയിട്ടുണ്ട്. ടോർക്ക് റിമെയിൻസ് സെയിം 113 Nm ടോർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു 10+ ഒരു 17 kg വരെ ഒരു 300+ പോകുമ്പോഴത്തേക്കും നമുക്ക് ഡൗൺ ഫോഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അറിയാമല്ലോ ഈ ഒരു ലുക്ക്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല, വല്ലാത്ത ലുക്കാണ്. പ്രത്യേകിച്ച് ആ ഒരു പാക്കേജ്, ഈ ഒരു സ്പോർട്സ് വേരിയൻ്റ് വല്ലാത്തൊരു ലുക്കാണ് ഇത് കാണാൻ. ആക്ച്വലി ഇവിടെ വേറെ കുറച്ച് വണ്ടികളുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ 1250 GSA ഇവിടെ GS ഇരിപ്പുണ്ട് ഇവിടെ. എൻ്റെ പൊന്നെ ഫുൾ പാക്കേജാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇതൊരു ബോക്സർ എഞ്ചിനെ കൊണ്ടാണ് നമ്മുടെ സിലിണ്ടർ 2 സൈഡിലേക്കായിരിക്കും ഇരിക്കുന്നത്. സിലിണ്ടർ ഹെഡ് ഏകദേശം ഇവിടെയായിട്ട് വരും, അതാണ് എഞ്ചിൻ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഒരു ഫീൽ വരുന്നത് കണ്ടോ. ഇത് ട്രിപ്പിൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ എഡിഷനാണ്, ട്രിപ്പിൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ എഡിഷനാണ്. അതുകൊണ്ടാണ് ഫുൾ ഒരു ബ്ലാക്ക് മയമാണ്, എന്നാലും സിൽവർ ആക്സൻസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഉണ്ട്. സിംഗിൾ സൈഡ് സിംഗമാണ്. പിന്നെ നമ്മുടെ സ്പോക്ക് വീൽസൊക്കെ വരുന്നുണ്ട്, ഒരു രക്ഷയിലാണ് ഗായ്സ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരാം. അപ്പോൾ നമുക്ക് പോവാൻ ടൈമായി. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.